വലിയ RX സ്റ്റുഡിയോയിൽ നിന്നും ഈ വാർത്താ പകലിലെ സമഗ്രമായ വാർത്തകളുമായി ന്യൂസ് നൈറ്റ്. മലപ്പുറം ചുങ്കത്തറയിൽ ഭീഷണി പ്രസംഗം നടത്തിയതിന് PV അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ്. CPM നേതൃത്വം നൽകിയ പരാതിയിലാണ് എടക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി തലയടിച്ചു പൊട്ടിക്കുമെന്നായിരുന്നു PV അൻവറിന്റെ പ്രസംഗം. മുബഷീർ P. അക്ബർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ P. അക്ബർ, ഇപ്പോൾ കേസെടുക്കാനുള്ള സാഹചര്യം എന്താണ്? ഇത് സഹകരണ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അവിശ്വാസ പ്രമേയത്തിന്റെ വേളയിൽ പുറത്തു നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗം അന്നു തന്നെ വിവാദമായിരുന്നു. ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് മുബഷീർ? അരുൺകുമാർ, തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി തലയടിച്ചു പൊട്ടിക്കുമെന്ന PV അൻവറിന്റെ ഭീഷണി പ്രസംഗം കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നിരുന്നത്. ചുങ്കത്തറയിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ വെച്ചായിരുന്നു CPM നേതാക്കൾക്കെതിരെ ഇത്തരമൊരു ഭീഷണി പ്രസംഗം അൻവർ നടത്തിയിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ CPM നേതാക്കളുടെ പരാതിയിൽ തന്നെ എടക്കര പോലീസ് ഇത്തരമൊരു കേസ് അൻവറിനെതിരെ എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം LDFന്റെ വാർഡംഗമായിരുന്ന കൂറുമാറിയ നുസൈബ സുധീറിന്റെ ഭർത്താവും തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള സുധീറിന്റെ കട അടിച്ചു പൊളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് CPM എടക്കര ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ എടക്കര പോലീസ് ഒരു കേസെടുത്തിരുന്നു. സുധീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അത്തരമൊരു കേസെടുത്തിരുന്നത്. സ്വാഭാവികമായിട്ടും മറു പരാതി ഇത്തരത്തിൽ CPM നേതാക്കൾ കൊടുത്ത പശ്ചാത്തലത്തിലാണ് പോലീസ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. വിശേഷം അവിടെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. LDFന്റെയും UDFന്റെയും പ്രവർത്തകർ ചേരിതിരിഞ്ഞ് പരസ്പരം വാദപ്രതിവാദങ്ങൾ നടത്തുന്നുണ്ട്. അതൊരു ഘട്ടത്തിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടാനുള്ള സാഹചര്യം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ CPM നേതാക്കൾക്കെതിരെ കേസെടുത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസിനെതിരെ CPM നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നത് അൻവറിനെതിരെ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരമൊരു നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അരുൺകുമാർ, ആ പ്രസംഗം നമുക്കൊന്നുകൂടി ഒന്ന് കേൾക്കാം. എന്താണ് PV പറഞ്ഞതെന്ന് കേൾക്കൂ. മദ്യം കൊടുത്തുവിട്ടും മയക്കുമരുന്ന് കൊടുത്തുവിട്ടും UDFന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും. ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ, അത്ര മാത്രമേ എനിക്കതിനെ സൂചിപ്പിക്കാനുള്ളൂ. ഭർത്താവ് സുധീറിന് ഏരിയ സെക്രട്ടറിയുടെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. അൻവറിന്റെ മോട്ടിൽ നടന്നാൽ നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബമടക്കം